ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് ഒരു ഷർട്ടിൻ്റെ അളവെടുത്ത് എങ്ങനെ ഒരു ഷർട്ട് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു വലിയ സൈസ് ഷർട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ അളവെടുത്ത് ഒരു നോട്ടിലോ പേപ്പറിലോ എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന അളവുകളൊക്കെ എഴുതി കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ലെങ്ത്ത് 31.5 ഇഞ്ച്. അതേപോലെ ബോഡി എടുക്കുമ്പോൾ ആ ഒരു കൈയുടെ ജോയിൻറ്റ് ഭാഗത്തുനിന്ന് വേണം ആ ഒരു ബട്ടണിൻ്റെ ഭാഗത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ബോഡി ഷേപ്പ് വേണമെന്നുള്ളവർക്ക് അതിൻ്റെ നേരെ പകുതി ഭാഗത്ത്, ഇപ്പോൾ ബോഡി എനിക്ക് കിട്ടിയത് 13.5 അപ്പോൾ ആ ഒരു നടുഭാഗത്ത് കിട്ടുന്നത് 13 താഴത്തെ ഭാഗം 13.5 അപ്പോൾ ഇവിടെ ഞാനത് കാണിക്കുന്നില്ല. ഇനി അടുത്തത് ഷോൾഡർ ആണ്. ഷോൾഡർ എടുക്കുമ്പോൾ ആ ഒരു പീസിൻ്റെ അവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. താഴത്തെ ഭാഗത്തുനിന്ന് എടുക്കാൻ പാടില്ല. ആ ഒരു നടുഭാഗത്തു നിന്നായിരിക്കണം ഷോൾഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം. സ്ലീവിനെ കറക്റ്റായി വെച്ച് ആ ഒരു കഫ് അടക്കമുള്ള ഭാഗത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് 26.5 അടുത്തത് സ്ലീവ് ലൂസാണ്. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് ഭാഗത്തുനിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. ചെരിച്ചെടുക്കാൻ പാടില്ല. ഇവിടെ നേരെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ട് താഴെയായി മസിലിൻ്റെ ലൂസ്, അതായത് മസിലിൻ്റെ ഭാഗത്ത് ഒന്ന് ചെരിച്ച് വേണം എടുക്കാൻ. ഞാൻ എടുക്കുന്നത് പോലെ ജോയിൻറ്റ് ഭാഗത്തുനിന്ന് മേലത്തെ വശത്തേക്ക് അല്പം ചെരിവിട്ടാൽ മതി. അങ്ങനെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത്, അതായത് കഫിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തായിരിക്കണം എൻഡിൻ്റെ ഭാഗത്ത് വരുന്ന അളവെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിവിടെ 6.5 കിട്ടിയത്. അടുത്തത് കഫിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. 2.25 ഇഞ്ചാണ് ഇവിടെ. അതേപോലെ കഫിൻ്റെ ലെങ്ത്തും എടുക്കുക. അടുത്തത് കോളറാണ്. അപ്പോൾ ഇവിടെ കോളർ എടുക്കുമ്പോൾ ബട്ടണിൻ്റെയും അതുപോലെ ബട്ടൺ ഹോളിൻ്റെ ഭാഗത്തെയും ആ ഒരു ഭാഗം ഒഴിച്ച് വെച്ച് വേണം ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിവിടെ 12.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയാണ് ഷർട്ടിൽ നിന്ന് എടുക്കാനുള്ള അളവുകൾ. ഇത് വെച്ച് ഇനി പീസിലേക്ക് നോക്കാം. ഇവിടെ വലിയ ഷർട്ട് ആയതുകൊണ്ട് തന്നെ 1.60 മീറ്റർ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കരഭാഗം മടക്കി, ലൈനുള്ള ഷർട്ടുകളൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായി വരുന്നത് പോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കരഭാഗം 2ആയി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടേക്ക് എത്രയാണോ ആവശ്യമായ ലെങ്ത്ത് അത് വെച്ച് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് 2 ഇഞ്ച് വെച്ച് ഒരു വരയാം. ഷോൾഡറിൻ്റെ സ്ലോപ്പാണ് വരക്കുന്നത്. ബട്ടൺ ഹോളിനും വേണ്ടിയിട്ട് 2.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നേരെ വരയാം. ഇനി അവിടുന്ന് ഷോൾഡർ മാർക്കാണ്. അവിടുന്ന് താഴത്തെ ഭാഗത്തേക്ക് സ്ലീവിൻ്റെ ആം ഹോള് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 8.5 ഇഞ്ചൊക്കെ മതി. ഇനി അവിടുന്ന് ബോഡിയുടെ വിഡ്ത്താണ്. അപ്പോൾ 13.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് വിട്ട് കൊടുക്കുക. അടുത്തത് നെക്ക് മാർക്ക് ചെയ്യാം.
അപ്പോൾ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. ഇറക്കം ഒരു 2.5-3 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റോസ് മാർക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ഷോൾഡറിൻ്റെ സ്ലോപ്പ് എടുക്കാൻ പാടില്ല. ബ്ലൂവിൽ മാർക്ക് ചെയ്ത അതുപോലെ ആയിരിക്കണം ഷോൾഡർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് ഭാഗത്തുള്ളത്. ഇനി ബാക്ക് വശത്തിൻ്റെ കട്ടിങ് നോക്കാം. ഇനി ബാക്ക് വശം 2ആയി മടക്കി വെക്കുക. അതിനുശേഷം ഫ്രണ്ട് ഭാഗത്ത് മുറിച്ച് വെച്ച പീസ് ബട്ടൺ ഹോളും ബട്ടണും വെക്കുന്ന പീസ് മാറ്റി ബാക്കിയുള്ള ഭാഗം ചേർത്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പിൻ്റെ ഭാഗം 2 ഇഞ്ച് മേലെ ഭാഗത്തേക്ക് കടത്തി വെക്കേണ്ടതുണ്ട്. ശേഷം ബാക്കി വശം കട്ട് ചെയ്ത് മാറ്റാം. അടുത്തത് സ്ലീവ് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലൂസ് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 വെച്ച് 2ആയി മടക്കി വെക്കുക. അതിനുശേഷം താഴത്തെ ഭാഗത്ത് അധികം ഷേപ്പൊന്നും ചെയ്യേണ്ടതില്ല. കഫിൻ്റെ കൂടെ ചുരുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 4.5 വെച്ച് കർവ് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അതേപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് ടോട്ടൽ 26.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ കഫിൻ്റെ 2.25 ഒഴിച്ച് ബാക്കി വശം, അതായത് 23.5, തയ്യൽ തുമ്പും കൂടെ കൂട്ടി 24.5 അല്ലെങ്കിൽ 25 എടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു സ്ലീവും കട്ട് ചെയ്തെടുക്കാം. രണ്ട് വശത്തിൻ്റെ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആ ഭാഗത്ത് 2 സ്ലീവിൻ്റെയും ഒരു 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ ബാക്ക് വശം വരുന്ന സൈഡിലെ ഭാഗത്തായിരിക്കണം ഓപ്പൺ കട്ട് ചെയ്യേണ്ടത്. അതായത് ബാക്ക് വശത്തിൻ്റെ ഭാഗം നേരെ പകുതിയിലെ ഒരു പകുതിയും കൂടെ ആക്കി എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ അടുത്തത് ഷോൾഡറാണ്. അപ്പോൾ എക്സ്ട്രാ പീസ് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ നിന്ന് ഒരു പീസ് മുറിച്ച് എടുക്കുക. ഷോൾഡർ 20 അപ്പോൾ 10.5 ഇഞ്ചിൽ എടുത്താൽ മതി. പക്ഷേ ഇവിടെ 11 ഇഞ്ച് എടുക്കാം. സ്റ്റിച്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഇവിടെ 7 ഇഞ്ചാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 6 ഇഞ്ചായിട്ട് കിട്ടും. അതേപോലെ ഇവിടെയും 2 ഇഞ്ച് സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഭാഗം വരച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഇട്ട് കൊടുക്കുക.
ഷോൾഡറിൻ്റെ മേലത്തെ ഭാഗത്ത് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക, താഴത്തെ ഭാഗത്ത് ഉള്ളതിനേക്കാളും. ശേഷം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ പീസ് തന്നെ ഒന്നുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പീസാണ് എടുക്കുന്നത്. അതും ഇതേപോലെ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അടുത്തത് കഫിൻ്റെ പീസാണ്. അപ്പോൾ ഇവിടെ 4 പീസ് ആവശ്യമുണ്ട്. അതായത് 2 പീസ് ഒരു സ്ലീവിൻ്റെ കഫിനും മറ്റൊരു സ്ലീവിൻ്റെതും, അങ്ങനെ 4 പീസ്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് 9.5 അപ്പോൾ 11 ഇഞ്ച് വെച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4ഉം ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. നേരെ പകുതിയാക്കി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2.25 ആകുമ്പോൾ 3.25 എടുത്താൽ മതിയാകും. അടുത്തത് ജോബിന് വേണ്ടിയിട്ടുള്ളൊരു പീസാണ്. അപ്പോൾ ഇവിടെ 5 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 2.5 തയ്യൽ തുമ്പും കൂടെ കൂട്ടി 3 ഇഞ്ച് വെച്ച് എടുക്കാം. അതേപോലെ മടക്കി തുന്നിയതിന് ശേഷം 5 ഇഞ്ച് വേണ്ടതുണ്ട്, 5.5 ഇഞ്ച് വേണ്ടതുണ്ട് ലെങ്ത്ത്. അപ്പോൾ 7.5 ഇഞ്ച് വെച്ച് ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ജോബിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.